വീഡിയോ ഇവിടെ തുടങ്ങുകയാണ്. ആദ്യം ഞാനൊന്ന് ക്യൂബ് ഒന്ന് ക്ലാമ്പ് ചെയ്യുകയാണ്. സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബിഗിനർ മെത്തേഡ് ആയതുകൊണ്ട് എല്ലാം സിമ്പിളായിട്ടാണ് ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ക്യൂബ് ഒന്ന് സ്ക്രാമ്പ് ചെയ്തു. അപ്പോൾ നമ്മളെ ക്യൂബ് റെഡിയാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് ഇക്വേഷനും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് യെല്ലോ ടോപ്പ് സൈഡ് എടുക്കുക. ഇതിന് ചുറ്റും, അതായത് ചുറ്റും 1 2 3 4 ഈ 4 സൈഡും വൈറ്റ് കൊണ്ടുവരിക. അതാണ് ഇവിടെ വൈറ്റ് കൊണ്ടുവരുന്നതിന് പ്രത്യേകിച്ച് ഇക്വേഷനും ഒന്നും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളെ മനോധർമ്മം പോലെ ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. അപ്പോൾ അത് ടോപ്പിൽ വന്നു. അതേപോലെ ഇവിടെ എവിടേക്കാണോ ഉള്ളത് അത് നമ്മൾ 4 സൈഡിലും കൊണ്ടുവരിക. ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ എത്തി. അങ്ങനെ ഈ മൂവ്മെൻറ്റ് നിങ്ങൾ ചെയ്ത് ക്യൂബ് കറക്കി പഠിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ എളുപ്പത്തിൽ പ്ലസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് യാതൊരു കുറുക്കുവിദ്യകളും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ക്യൂബ് തിരിച്ച് എക്സ്പീരിയൻസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. യെല്ലോന് ചുറ്റും 1 2 3 4 ഒരു പ്ലസ് എന്നുള്ള രീതിയിൽ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ക്യൂബ് എപ്പോഴും യെല്ലോ ടോപ്പാക്കി പിടിക്കുക. ഈ 4 വൈറ്റിൽ നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ വൈറ്റിൻ്റെ കോമ്പിനേഷൻ കളർ ബ്ലൂ ആണ്. അപ്പോൾ ഈ ബ്ലൂ നമ്മൾ ജസ്റ്റ് സെൻറ്ററിൽ, അങ്ങനെ ഈ 4 സെൻറ്റർ മൂവ്മെൻറ്റ്, അതായത് അതവിടെ സ്ഥിരമായിരിക്കും. അതിന് നേരെ ഇപ്പോൾ ഇവിടെ ബ്ലൂ മാച്ച് ആയിട്ടുണ്ട്. അതിന് ശേഷം 2 മൂവ്മെൻറ്റ്, അതായത് ഇത് നേരെ താഴോട്ടാണ് നമുക്ക് എത്തിക്കേണ്ടത്. 1 2 നേരെ താഴോട്ട് എത്തിച്ചു. ഇനി അടുത്ത വൈറ്റ് ഇവിടെ ഉണ്ട്. ഈ വൈറ്റിൻ്റെത് ഗ്രീനാണ്, ഗ്രീന് മാച്ച് ചെയ്യുക. 1 2 അടുത്തത് വൈറ്റിൻ്റെ കളർ റെഡാണ്, റെഡ് മാച്ച് ചെയ്യുക. 1 2 താഴെ കൊണ്ടുവരിക. അതേപോലെ ഇനി ഓറഞ്ച് ഉണ്ട്, ഓറഞ്ചിൻ്റെ സെൻറ്ററും മാച്ച് ചെയ്യിക്കുക, താഴെ കൊണ്ടുവരിക. ഇപ്പോൾ താഴെ നോക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു വൈറ്റിൻ്റെ പ്ലസ് കിട്ടും. ഈ 2 വൈറ്റ് നിങ്ങൾ നോക്കേണ്ട, ഇത് യാദൃശ്യമായി കിട്ടിയാണ് ഇത് ഇവിടെയല്ല വരേണ്ടത്. ഇപ്പോൾ ഈ വൈറ്റ് സെൻറ്ററിൽ 4 സൈഡ് നമുക്ക് വൈറ്റ് കിട്ടി. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 4 സൈഡും വൈറ്റ് കൊണ്ടുവരിക. അതിന് ചേർന്നിട്ട് ഇതിവിടെ ഏതാണോ ചേരേണ്ടത് അത് കൊണ്ടുവരണം. വൈറ്റ് ഏതെങ്കിലും വൈറ്റ് കൊണ്ടുവന്നാൽ പോരാ, ഇതിൻ്റെ 2 സൈഡ് 2 കളർ നോക്കിയതിന് ശേഷം കൊണ്ടുവരണം. അപ്പോൾ അതിന് നമുക്കൊരു എളുപ്പ പരിപാടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് യെല്ലോ എപ്പോഴും ടോപ്പാക്കി പിടിച്ചതിന് ശേഷം നമ്മളെ ഫേസ് ചെയ്യുന്ന ഭാഗത്ത് ലെഫ്റ്റിലോ റൈറ്റിലോ വൈറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫേസ് ചെയ്ത് പിടിച്ച ഭാഗത്ത് വൈറ്റ് വരുന്നുണ്ട് അല്ലേ? അതിൻ്റെ സൈഡ് കളർ ഏതാണോ നോക്കുക. ആ സൈഡും സെൻറ്റർ കളറും മാച്ച് ചെയ്ത് വെക്കുക. അതെന്തിനാണ് മാച്ച് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ, വൈറ്റും അതിൻ്റെ ഓറഞ്ചും മാച്ച്, അതായത് ഈ വൈറ്റും ഓറഞ്ചും മാച്ച് ആയെങ്കിൽ ഈ വൈറ്റും ഓറഞ്ചും ഗ്രീനും എവിടെയാണ് വരേണ്ടത്, ഇവിടെ വരേണ്ട പീസാണ്. അത് ക്ലിയർ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 സൈഡ് നോക്കാൻ വേണ്ടി പറഞ്ഞത്. അതിനുശേഷം നിങ്ങളെ അഭിമുഖമായി പിടിച്ചതിന് ശേഷം ഈ കോയിൻ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് വൈറ്റ് റൈറ്റ് സൈഡ് ആണെങ്കിൽ അതായത് വൈറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇക്വേഷനിൽ ഇവിടെ റൈറ്റ് എന്ന് എഴുതിയത് റൈറ്റ്. ഈ വൈറ്റ് നമുക്ക് കിട്ടുന്നത് ടോപ്പിൽ റൈറ്റിലാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഓൾറെഡി മാച്ചാക്കി പിടിക്കണം സൈഡ്. എന്നിട്ട് വൈറ്റ് റൈറ്റ് സൈഡാണ് നിങ്ങൾ ഈ ഇക്വേഷൻ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? അപ്പ് ഡൗൺ. അപ്പോൾ നിങ്ങൾക്ക് ആ വൈറ്റ് പീസ് താഴെ വന്ന് സൈഡ് മാച്ച് ആവുകയും ചെയ്തു, കണ്ടോ? അതേപോലെ ഇനി അടുത്ത വൈറ്റ് എവിടെയാണ് വരുന്നത്? ലെഫ്റ്റ് സൈഡാണ് വരുന്നത്. അത് മാത്രം നോക്കിയാൽ പോരാ, ഈ വൈറ്റിനോട് ചേർന്നിരിക്കുന്ന റെഡ് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കണം. അപ്പോൾ താഴത്തെ 2 കട്ടകൾ ഒരുമിച്ച് പിടിച്ച് മാച്ച് ചെയ്യിച്ച് ഇനി നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡാണ്, അതായത് വൈറ്റ് ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്താ ഇക്വേഷൻ ചെയ്യേണ്ടത്? ഈ ഇക്വേഷൻ വൈറ്റ് ലെഫ്റ്റ് സൈഡ് കിടക്കുന്നതുകൊണ്ട് അപ്പ് ലെഫ്റ്റ്. അപ്പോൾ ആ പീസ് താഴോട്ട് വന്നു. ഇനി വീണ്ടും നോക്കുക, മുകളിൽ ടോപ്പിൽ എവിടെയും കിടക്കുന്നില്ല, ഇവിടെ കിടക്കുന്നുണ്ട്. ഈ താഴെയുള്ളത് മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇത് മിസ് ചെയ്യരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് മുകളിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് അതിൻ്റെ പൊസിഷൻ മാറ്റി വെച്ച് താഴോട്ട് തട്ടുക.
ഇപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ വൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് കളർ നമ്മൾ മാച്ച് ചെയ്ത് വെക്കുക, മാച്ചാക്കി വെച്ചിട്ടുണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇതെന്താ ലെഫ്റ്റ് സൈഡാണ് കിടക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൻ്റെ ഇക്വേഷൻ എന്താ, അതായത് വൈറ്റ് ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ അപ്പ് ലെഫ്റ്റ് അപ്പ് ലെഫ്റ്റ്. ആ പീസ് ഇവിടെ താഴെ വന്നു. ഇനി നമുക്ക് എവിടെയാണുള്ളത് നോക്കുക. റൈറ്റ് സൈഡിൽ കിടക്കുന്നുണ്ട് വൈറ്റ് അല്ലേ. സൈഡ് കളർ ഏതാ, റെഡ് ആക്കി മാച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഏതാ റൈറ്റ് സൈഡിലാണ് വൈറ്റ് കിടക്കുന്നത്. അപ്പോൾ ഏതാ ഇക്വേഷൻ വേണ്ടത്, റൈറ്റ് സൈഡ് അപ്പ് റൈറ്റ് അപ്പ് ഡൗൺ. ഇപ്പോൾ അതാണ്ടോ, ഇപ്പോൾ നമുക്ക് എന്തായി, താഴെ മൊത്തം വൈറ്റ് കളർ കിട്ടി. ഫസ്റ്റ് ലെയർ നമുക്ക് മാച്ചായി കിട്ടി. അതിന് കൂടെ തന്നെ സെൻറ്റർ ലെയർ ഓൾറെഡി മാച്ച് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഈ സെക്കൻഡ് ലെയർ, ഈ രണ്ട് സൈഡും 1 2 3 4 ഈ 4 കോയിൻസ് മീൻസ് കട്ടകൾ ശരിയാക്കാൻ വേണ്ട. അതായത് സെക്കൻഡ് ലെയർ, ഈ സെക്കൻഡ് ലെയർ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ നോക്കുക. അതായത് യെല്ലോൻ്റെ 4 സൈഡുള്ള കളർ നോക്കുക. അതായത് ഇവിടെ യെല്ലോ ഇല്ലാത്ത കളർ ഏതാണോ നോക്കുക. ഇവിടെ യെല്ലോ ഉണ്ട്, യെല്ലോൻ്റെ കൂടെ ഓറഞ്ചാണ്. ഇവിടെ യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ റെഡ്. അതായത് ഈ 4 പീസിൽ യെല്ലോ ഇല്ലാത്ത ഏതാ കളർ നോക്കുക. ഇവിടെ യെല്ലോ ഇല്ലാത്ത കളറുണ്ട് അല്ലേ, ഗ്രീൻ ആൻഡ് റെഡ്. അപ്പോൾ മുകളിൽ ഗ്രീനാണ്, സൈഡിൽ നമുക്ക് ഈ സൈഡിലുള്ള കളറാണ് എടുക്കേണ്ടത്. ഈ സൈഡിലുള്ള കളറ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യാം. ഇനിയാണ് ഈ പീസ് എവിടേക്കാണ് വരേണ്ടത്, ഒന്നുകിൽ ലെഫ്റ്റിലേക്കോ ഒന്നുകിൽ റൈറ്റിലേക്കോ വരേണ്ടതാണ്. അതിന് കൂടുതൽ നിങ്ങളൊന്നും ചിന്തിക്കൊന്നും വേണ്ട. ഇവിടെ ജസ്റ്റ് നോക്കുക, ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ ഗ്രീനാണ്. അപ്പോൾ അതെന്താ, ഈ പീസ് ഇവിടെയാണ് വരേണ്ടത്, അത് മാത്രം ചിന്തിച്ചാൽ ഈ പീസ് ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തല കൊഞ്ഞ് ആലോചിക്കൊന്നും വേണ്ട. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് ഈ റെഡ് നമ്മൾ മാച്ച് ചെയ്ത് ഈ ഗ്രീൻ എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കുക. ഇനി ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്ക്, ഇവിടെ റൈറ്റിലേക്കാണ് പോകേണ്ടത് അല്ലേ. ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്ക് പോകണമെങ്കിൽ അതാ റൈറ്റിലേക്ക് പോകാൻ എന്താ ചെയ്യേണ്ടത്, ഇത് റൈറ്റിലേക്ക് പോകാൻ എന്താ ചെയ്യേണ്ടത്, താഴത്തെ ഇക്വേഷൻ അപ്പ് ലെഫ്റ്റ് അപ്പ് ഇടത്തോട്ട് തിരിക്കുക, റൈറ്റ് തിരിക്കുക, അപ്പ് തിരിക്കുക, ഡൗൺ. അപ്പോൾ എന്താവും, താഴെ നിങ്ങൾക്ക് ഒരു എന്താ വരും, വൈറ്റ് മിസ്സാവും. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നോട്ട് ചെയ്യേണ്ടത് വൈറ്റ് മിസ്സാവും. അപ്പോൾ നിങ്ങൾ വൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, വൈറ്റ് നിങ്ങൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ പഠിച്ചിട്ടുണ്ട്, വൈറ്റ് താഴോട്ട് കൊണ്ടുവരാനുള്ള ഇക്വേഷൻ അല്ലേ. സൈഡ് നോക്കുക, സൈഡ് ഇവിടെ ഓൾറെഡി മാച്ചായി കിടക്കുകയായിരിക്കും, അത് താഴെ കൊണ്ടുവരാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായിരിക്കും, ആ പീസും കൂടെ വൈറ്റും എല്ലാം സെറ്റായിട്ടുണ്ടോ, കണ്ടോ. അതേപോലെ ഇനി സെൻറ്റർ വീണ്ടും 4 കോയിൻസ് നോക്കുക. ഇതിൽ യെല്ലോ ഇല്ലാത്ത പീസ് നോക്കുക. ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഇല്ലാത്ത പീസ് ഇതാണ്. ഇത് ഓൾറെഡി ഇതവിടെ ഇങ്ങനെയാണെങ്കിൽ തിരിച്ചു വെക്കുക. ഈ സൈഡ് കളർ മാച്ച് ചെയ്യുക. ഈ കോയിൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കുക. ഈ കോയിൻ ഇങ്ങോട്ടാണോ പോകേണ്ടത്. ഇത് ഗ്രീനാണ്, ഇത് ഇവിടേക്കാണ് പോകേണ്ടത്, ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ നോക്കുക. ലെഫ്റ്റിലേക്ക് പോകേണ്ട ഇക്വേഷൻ എന്താ, അപ്പ് ലെഫ്റ്റ് അപ്പ് ലെഫ്റ്റ്. അപ്പോൾ എന്താവും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പീസ് മിസ്സാവും വൈറ്റ്. അത് അവിടെ മുകളിൽ കിടക്കുന്നുണ്ട്, റൈറ്റ് സൈഡിൽ കിടക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കിടക്കുന്ന വൈറ്റ് താഴെ കൊണ്ടുവരാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈഡ് മാച്ച് ചെയ്യുക. അപ്പോൾ ആ കോയിൻ അടക്കം നമുക്കിവിടെ കിട്ടി. ഇനി വീണ്ടും മുകളിൽ നോക്കുക, യെല്ലോ ഇല്ലാത്ത പീസ് എവിടെയാണോ നോക്കുക. യെല്ലോ ഇല്ലാത്ത പീസ് ഇത് അവിടെ ഉണ്ട്, ബ്ലൂ ആൻഡ് ഓറഞ്ച്. ബ്ലൂവിന് നേരെ മാച്ച് ചെയ്യിക്കുക. ഈ പീസ് എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കുക. ഈ പീസ് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്, ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ എന്താ ഇക്വേഷൻ, മുകളിലത്തെ ഇക്വേഷൻ. അപ്പോൾ താഴെ ഒരു വൈറ്റ് മിസ്സാവും. ആ വൈറ്റ് മിസ്സാവുന്നത് നിങ്ങൾക്കറിയാം, റൈറ്റ് സൈഡിലാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് 2 ലെയർ നിങ്ങൾക്ക് ക്ലിയറായി കിട്ടി. ഇങ്ങനെ ഫസ്റ്റ് 2 ലെയർ ക്ലിയർ ആയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, ടോപ്പിൽ യെല്ലോ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ടാക്കുക ചെയ്യേണ്ടത്, പ്ലസ്. അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് നിങ്ങൾക്ക് ടോപ്പിൽ 1 2 3 4 പോയിൻ്റ്, അതായത് ഈ 3 പോയിൻറ്റിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും. ഒന്നെങ്കിൽ സെൻറ്ററിൽ ഒരു കട്ട, അല്ലെങ്കിൽ ഇങ്ങനെ 3 കട്ടകൾ മാച്ചായി കിടക്കുന്ന, ഒന്നെങ്കിൽ ഇങ്ങനെ മൈനസ് പോലെ.
ഇത് കിട്ടിയാൽ ഈ ഇക്വേഷൻ ചെയ്താൽ ഇതാവും, ഇത് കിട്ടിയാൽ ഈ ഇക്വേഷൻ ചെയ്താൽ ഇതാവും, ഇത് കിട്ടിയാൽ ഇത് ഇക്വേഷൻ ചെയ്യാൻ ഇതാവും. അപ്പോൾ നിങ്ങൾ 2 3 പ്രാവശ്യം ഇക്വേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ പൊസിഷനിൽ നമുക്ക് ഏതാ കിട്ടിയത്? ഒരു L. ഇങ്ങനെ പിടിച്ചാൽ L ശരിയാവില്ല, ഇങ്ങനെ പിടിച്ചാൽ L ശരിയാവില്ല. നമുക്ക് എങ്ങനെയാണ് വേണ്ടത്? ഇതേപോലെ L തിരിച്ചിട്ട പോലെ. അപ്പോൾ ഇതാണ് ഇത് രണ്ടും നമ്മൾ നോക്കുന്നില്ല, ഈ L ഇങ്ങനെ ഇട്ട പോലെ. അഥവാ നിങ്ങൾക്ക് ഒരു ഒറ്റക്കട്ടയാണ് കിട്ടുന്നതെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെ L കിട്ടുകയാണെങ്കിലും L ഈ പൊസിഷനിൽ പിടിച്ചിട്ട് ഈ ഇക്വേഷൻ എന്താണ്? ഫ്രണ്ട്, റൈറ്റ്, ടോപ്പ്, റൈറ്റ്, അപ്പ്, ഫ്രണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മൈനസ് കിട്ടി, കണ്ടില്ല? ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈനസ് കിട്ടി. മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ മൈനസ് ഇതേപോലെ പിടിക്കുക, വീണ്ടും സെയിം ഇക്വേഷൻ, ഫ്രണ്ട്, റൈറ്റ്, അപ്പ്, റൈറ്റ്, അപ്പ്, ഫ്രണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്ലസ് കിട്ടി. ഇവിടെ രണ്ട് യാദൃശ്യമായിട്ട് യോജിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് യെല്ലോൻ്റെ ഒരു ക്രോസ് കിട്ടി. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഇക്വേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ യെല്ലോൻ്റെ ക്രോസിൻ്റെ ഓരോ കളറും ഈ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കണം. ഇപ്പോൾ ഇവിടെ മാച്ചായ ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കുക. ഇത് മാച്ചായതിന് ബാക്കിയൊന്നും മാച്ചായിട്ടില്ല എങ്കിൽ വീണ്ടും ജസ്റ്റ് തിരിച്ചു നോക്കുക, ഏതെങ്കിലും 2 കളർ മാച്ചായിട്ടുണ്ടോ? ഇല്ല. ഒന്നുകൂടി തിരിച്ചു നോക്കുക. അപ്പോൾ എന്താ, ഈ ഗ്രീനും റെഡും മാച്ചായിട്ടുണ്ട്, ഇത് രണ്ടും മാച്ചായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അഥവാ മാച്ച് ആയിട്ടില്ലെങ്കിലും അഥവാ മാച്ച് ആക്കണമെങ്കിലും നിങ്ങൾ ഒരു ഇക്വേഷൻ ചെയ്യണം. ഇതാണ്, അതായത് ഈ ഫസ്റ്റ് 2 ലെയറിൽ ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഈ ഒന്നുമാണ് മാച്ച് ചെയ്ത്, ഇത് രണ്ടും മാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ മാച്ചായത് റൈറ്റ് സൈഡിലും പിറകിലും വെച്ചതിന് ശേഷം ഈ ഇക്വേഷൻ ചെയ്യാം. റൈറ്റ് അപ്പ്, റൈറ്റ് ഡൗൺ, അപ്പ്, റൈറ്റ് 2 times, അപ്പ്, റൈറ്റ് ഡൗൺ, അപ്പ്. ഇപ്പോൾ 4 സൈഡും ഈ യെല്ലോൻ്റെ പ്ലസിൻ്റെ 4 സൈഡും നിങ്ങൾക്ക് സെൻറ്ററുമായിട്ട് മാച്ചായി കിട്ടും. 4 സൈഡ് മാച്ചായി കിട്ടി. ഈ ഇക്വേഷൻ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു കളർ മാത്രമാണ് കിട്ടുന്നതെങ്കിൽ അത് റൈറ്റ് സൈഡിൽ വെച്ചിട്ട് വീണ്ടും ചെയ്യുക. ചിലപ്പോൾ 1 2 പ്രാവശ്യം ഈ ഇക്വേഷൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം അടുത്തതെന്ന് പറയുന്നത്, നമുക്ക് ഈ 4 കോർണറാണ് നമുക്ക് ഇനി സെറ്റ് ചെയ്യാനുള്ളത്. ഈ 4 കോർണർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോയിൻ നോക്കുക. ഇവിടെ വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗ്രീൻ, റെഡ്, യെല്ലോ ആണ്. ഇതല്ല, ഈ പീസല്ല വേണ്ടത്, ഈ പീസ് വേറെ സ്ഥലത്താണ് വേണ്ടത്. അടുത്ത പീസ് നോക്കുക. ഈ പീസും ഇവിടെയല്ല വേണ്ടത്, ഇവിടെ നമുക്ക് റെഡാണ് വേണ്ടത്. ഈ പീസ് ഇവിടെയല്ല വരേണ്ടത്. ഈ പീസ് നോക്കുക, ഇതും ഇവിടെയല്ല വരേണ്ടത്. ഈ 4 പീസും മാറിക്കിടക്കുക ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഏത് പീസാണോ അവിടെ വരേണ്ടത്, അതായത് പൊസിഷൻ മാറിക്കിടന്നാലും അത് സെയിം പൊസിഷനിൽ, അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഗ്രീൻ, റെഡ്, യെല്ലോ പീസ് മുമ്പ് ഏത് പൊസിഷനിൽ കിട്ടിയാലും മതി നമുക്ക്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ചെയ്യണം. അതായത് കോർണർ പീസ് മാച്ചിങ്, ഈ പീസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ മാച്ചായി കിടക്കുന്നില്ല, ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അഥവാ നിങ്ങൾക്ക് ഒന്ന് മാച്ചായി കിട്ടുകയാണെങ്കിൽ അത് റൈറ്റ് സൈഡിൽ വെച്ച് ഈ ഇക്വേഷൻ ചെയ്യുക. ഇനി ഇവിടെ ഒന്നും മാച്ചായിട്ടില്ല അല്ലേ, ഈ 4 മാച്ചില്ല, ഇല്ലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡ് വെച്ചിട്ട് ഈ ഇക്വേഷൻ ചെയ്യാം. അപ്പ്, റൈറ്റ്, അപ്പ്, ലെഫ്റ്റ്, അപ്പ്, ആർ ഡൗൺ, അപ്പ്, എൽ ഡൗൺ. ഇപ്പം നോക്കുക, ഇപ്പം നിങ്ങൾക്ക് ഈ സൈഡ് മാച്ചായിട്ടുണ്ട്. അതായത് കളർ കറക്റ്റ് മാച്ചല്ല, പൊസിഷൻ മാച്ച് ആയിട്ടുണ്ട്. ഇവിടെ ഈ ബ്ലൂ ഈ സൈഡും റെഡ് ഈ സൈഡും യെല്ലോ മുകളിലായിട്ട് വരേണ്ടത്. അതായത് പൊസിഷൻ മാച്ച് ആയിട്ടുണ്ട്, കളർ മാച്ചായില്ല. ഈ പീസ് നോക്കുക, ഈ പീസ് മാച്ചായിട്ടില്ല, ഇതും മാച്ചായിട്ടില്ല, ഇത് മാച്ചില്ല. നമുക്ക് 1 മാച്ചായി കിട്ടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 1 മാച്ചായത് വീണ്ടും റൈറ്റ് സൈഡ് കോർണറിൽ വെച്ചിട്ട് വീണ്ടും സെയിം ഇക്വേഷൻ ചെയ്യാം. അപ്പ്, റൈറ്റ്, അപ്പ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, അപ്പ്, ലെഫ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇത് മാച്ചല്ല, ഇത് മാച്ചായി കിട്ടിയിട്ടുണ്ട്, ഇതും മാച്ചല്ല, ഇതും മാച്ചല്ല. വീണ്ടും നമുക്ക് ആ പൊസിഷനെ കിട്ടിയ നമ്മൾ വീണ്ടും സെയിം ഇക്വേഷൻ തന്നെ ചെയ്യുക. അപ്പ്, റൈറ്റ്, അപ്പ്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, അപ്പ്, ലെഫ്റ്റ്. ഇപ്പോൾ ഈ പൊസിഷൻ നമുക്ക് ബ്ലൂ, റെഡ്, യെല്ലോ ഇവിടെ തന്നെയാണ് വരേണ്ടത്.
ഓറഞ്ച്, ബ്ലൂ, യെല്ലോ ഇവിടെ തന്നെയാണ് വരേണ്ടത്. പക്ഷേ കളർ തിരിഞ്ഞാൽ വരണം എന്നുള്ളൂ. ഇതും ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ ഇവിടെ തന്നെ ഈ പൊസിഷനിലാണ് വരേണ്ടത്. പൊസിഷൻ മാറി കിടക്കുക എന്നുള്ളവർ കളർ കോമ്പിനേഷൻ ഈക്വലാണ്. അതായത് പൊസിഷൻ ശരിയാണ്, കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുക. ഇതും അതേപോലെ. അപ്പോൾ ഈ മോഡലായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇത്. അതായത് ഈ 4 സൈഡിലും യെല്ലോ ഒപ്പിക്കാനായിട്ടുള്ള. ഇതിപ്പോൾ 4 സൈഡും നമുക്ക് എവിടെയും യെല്ലോ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷൻ വെച്ചിട്ട് റൈറ്റ് ഡൗൺ ചെയ്യുക, ഡൗൺ ലെഫ്റ്റിലേക്ക് ചെയ്യുക, പിന്നെ ആ ചെയ്ത് തിരിച്ച് വെക്കുക. അങ്ങനെ ഇവിടെ യെല്ലോ വരുന്നവരെ ചെയ്യാം. ചിലപ്പോൾ 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. യെല്ലോ വന്ന് പക്ഷേ താഴത്തെ ആ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ മാച്ചായി. ഇനി നമ്മൾ മൊത്തമായിട്ട് തിരിക്കാതെ, ക്യൂബ് ഇങ്ങനെ തിരിക്കാതെ ഈ ടോപ്പ് ഭാഗം മാത്രം ഒന്നും കൂടി തിരിക്കുക. എന്നിട്ട് വീണ്ടും സെയിം ഇക്വേഷൻ ആർ ഡി 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 മാച്ചായി ആർ ആ ചെയ്തത് അങ്ങോട്ട് വെക്കുക. ഇനി ഇവിടെയാണ് മാച്ച് ചെയ്യുക. അത് നമ്മൾ മൊത്തമായിട്ട് തിരിക്കാതെ ജസ്റ്റ് ഒന്ന് തിരിക്കുക. ആർ ഡി 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 മാച്ചായി ആർ ഡി. ഇനി വീണ്ടും ഇതാണ് മാച്ച് ചെയ്യാനുള്ള. ഇത് കൊണ്ടുവരിക. ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി ടോപ്പും കൂടി തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ക്യൂബ് സോൾവായി. അപ്പം ഈ സ്റ്റെപ്പ് നമ്മൾ ചിലപ്പോൾ 4-5 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അത് ചെയ്യുന്നവരെ കിട്ടുക. അപ്പോൾ ഇത് ബിഗിനേഴ്സ് മെത്തേഡാണ്. ഏറ്റവും സിമ്പിളായിട്ട് ക്യൂബ് സോൾവ് ചെയ്യാനുള്ള ഒരു വീഡിയോസാണ്. അപ്പോൾ ഒരു 3x3 ക്യൂബ് സോൾവ് ചെയ്യാനുള്ള സിമ്പിൾ ഇക്വേഷനാണ്. ഇത്രയും ഇക്വേഷൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ക്യൂബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ക്യൂബ് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.